വെഹിക്കിൾ വെഹിക്കിൾ ലോൺ വെഹിക്കിൾ ലോൺ എടുക്കണോൻ്റെ അവസ്ഥ ഭയങ്കര പരാജയമാണ്. ഇത് വേറെ ഒന്നുമല്ല ഞാൻ പറയണത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അവൻ റോയൽ എൻഫീൽഡിൻ്റെ GT കോണ്ടിനെൻ്റൽ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തേക്കണത്. അവൻ ഞാൻ ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇവനിത് എടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഒന്ന് +2 കഴിഞ്ഞിട്ടൊന്ന് നമ്മുടെ കയ്യിൽ ബൈക്കൊന്ന് നമ്മുടെ കയ്യിൽ പണ്ടത്തെ ഒരു സ്കൂട്ടിയുള്ളത്. അപ്പോൾ വെച്ചാൽ അവൻ സൂപ്പറായി. അപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ടുണ്ട്. അവിടുന്ന് ശമ്പളം കിട്ടി. ഇവൻ GT കോണ്ടിനെൻ്റൽ അവൻ പറയണത് 5,50,000 ഒരു വണ്ടിയാണെന്നാണ് അവൻ പറയുന്നത്. അവനത് 2,50,000 രൂപയ്ക്ക് കിട്ടി. അപ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കി, ദൈവമേ, ഞാൻ ഒപ്പം പഠിച്ചിരുന്ന ചെക്കനായിരുന്നു. അവപ്പോൾ GT കോണ്ടിനെൻ്റൽ വണ്ടിയൊക്കെ എടുത്ത് സൂപ്പറായി. ഞാൻ മാത്രമേ ഈ സ്കൂട്ടിയൊക്കെ എടുത്ത് എന്താ പോലെ തോന്നിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. 2,50,000 രൂപ. ഇവൻ്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഈ കോളേജിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂർ, എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ ഒരു അറിയപ്പെട്ട ബാങ്ക്, എന്തിനും മറക്കണമൊന്നുമില്ല, ബാങ്ക് ഓഫ് ബറോഡ. അവിടെ ഞാൻ ഇങ്ങനെ ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ അവിടെ ഒരു ആളുടെ പേര് ഞാൻ പറയാനില്ല, അവിടെ ഒരു ഡോക്ടറാണ്. അപ്പോൾ അയാളുടെ തൃശ്ശൂർ പഠിക്കണ പിള്ളേർക്കൊക്കെ അറിയും. പോർഷ, ഫെരാരി, ലംബോർഗിനി എല്ലാം ഉണ്ട് വീടിൻ്റെ മുറ്റത്തുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്ന സൈഡുകൾ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഉണ്ടാ മറ്റേ മെർസിഡീസ് ബെൻസ് ഉണ്ട്, ലംബോർഗിനി അപ്പുറത്തോട്ട് ഫെരാരി ഉണ്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് സൂപ്പർ പറ്റും. അപ്പം നമ്മൾ ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞ് ഈ ഡോക്ടർ വാങ്ങണ വണ്ടികളൊക്കെ ഈ ലോൺ എടുത്ത് വാങ്ങണ വണ്ടികളാണ്. പക്ഷെ ആൾക്കത് അടയ്ക്കാനുള്ളൊരു കഴിവുണ്ട്. ആൾക്കൊരു ബിസിനസ് ഉണ്ട്. അത് ജനറേറ്റ് ചെയ്യണ പ്രോഫിറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും ഇത് ആൾ എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇവൻ ഈ റോയൽ എൻഫീൽഡ് എടുത്തേക്കണ ഇവൻ്റെ ഒരു വരുമാനത്തിൻ്റെ ബേസിസിലാണ് എടുത്തേക്കണത്. ഇവന് അടയ്ക്കാൻ പറ്റാണ്ടായത് ബാങ്കുകാർ എടുത്തുള്ളൂ. അതൊന്നും നമ്മൾ ആലോചിക്കില്ല. ആ സമയത്ത് അവൻ സൂപ്പർ വണ്ടി എടുത്ത് നമുക്ക് മാത്രം ഒന്നും പറ്റണില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ വെഹിക്കിൾ ലോൺ ഒരു ദുരവസ്ഥയാണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് ഇടയ്ക്ക്. നമുക്കില്ലാത്ത പൈസ കൊണ്ട് നമ്മൾ സാധനം വാങ്ങുക, അതും കടമെടുത്ത് വാങ്ങുക, അതൊരു നല്ല പരിപാടിയാണോ അറിയില്ല. ചിലവർക്ക് അത് അവൻ്റെ ഒരു ഇത്. എൻ്റെ ഇപ്പോൾ ഒരു വേറൊരു കഥ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ ഗവൺമെൻറ് ജോലിക്കാരനാണ്. അപ്പോൾ ഇവർ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊന്നും എടുക്കില്ലേ. അവർ ഇപ്പോൾ സംഭവം അവർ സെക്കൻഡ്സ് കൊണ്ടുവന്നത് കാരണം അവൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പുതിയത് വാങ്ങും, എല്ലാം നമ്മൾ പുതിയത് വാങ്ങും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. അവർക്ക് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അവർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സെക്കൻഡ് ഹാൻഡെല്ലാം നല്ലത്. ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ കുറച്ച് കാശ് കുറവ് കിട്ടും, നിനക്കത് അടച്ചു തീർക്കാം. അവൻ്റെ അടച്ചു തീർക്കും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അപ്പോൾ വെഹിക്കിളിനോട് പരിപാടി വേണ്ടാത്തൊരു പരിപാടിയാണ്. കാരണം ഞാൻ തന്നെ എൻ്റെ മനസ്സിൽ വെച്ചു വിടാ GT കോണ്ടിനെൻ്റലിൻ്റെ കഥ അറിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വെച്ചു, ദൈവമേ, നമുക്കൊട്ടും വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് സ്പ്ലെൻഡർ ഇഷ്ടമാണ്. നമ്മുടെ പണ്ട് നമ്മുടെ ഒരു റിലേറ്റീവിന് ഒരു സ്പ്ലെൻഡർ കൊണ്ടുണ്ടായിരുന്നു. എൻ്റെ ഫാദറിനൊക്കെ ഉണ്ട്, എൻ്റെ പപ്പയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പ്ലെൻഡർ, പണ്ടത്തെ സ്പ്ലെൻഡർ എന്ന് പറയുന്നത് ഒരു ഒരു വിൻറ്റേജ് വീക്ക്നെസ് എന്നൊക്കെ പറയില്ലേ. ഇങ്ങനെ ഒരു കറുപ്പ ഒരു ചുമപ്പയും നീലയൊക്കെ വരെയുള്ള ഒരു ഇടിച്ചു ഭയങ്കര രസമാണ്. അപ്പോൾ ആ ഒരു വണ്ടി എടുക്കണം. അതിൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കറുപ്പ മാത്രമുള്ളത്, ചെറുതായിട്ട് ഷെയ്ഡുള്ള ഒരു സ്പ്ലെൻഡറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടം എനിക്കത്. അപ്പോൾ അതിന് ഏകദേശം ഒരു 1,50,000 രൂപ വരും. അപ്പോൾ അതെടുക്കാം. ഈ പണ്ടത്തെ ഈ ആക്റ്റീവ് ഇത് മറ്റേ വിറ്റ് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന കാശൊക്കെ നമുക്ക് ലോൺ എടുത്ത് ഉണ്ടാക്കാമെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ജോലി ഇല്ല കേട്ടാ. ജോലി ഇല്ലാത്ത ഒരാൾ ഇത് വിറ്റ് 1,50,000 രൂപ വട്ടി വാങ്ങാൻ നിൽക്കുക. നിങ്ങൾ ആയിരിക്കണം എന്ത് വലിയ മണ്ടത്തനെയാണ് ചെയ്യണമെന്ന് അറിയും. അപ്പോൾ ഞാൻ ഒക്കെ ആലോചിക്കണത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്
വണ്ടി വണ്ടി മുമ്പിൽ നിന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു, അപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കല്ലോ. ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ വാങ്ങണ വണ്ടി എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞൊരു സ്കൂട്ടി മാത്രമേ ഉള്ളൂ. ആ സ്കൂട്ടി ഇല്ലാത്ത എന്തോരം പേരുണ്ട്. ആ സ്കൂട്ടി ഇല്ലാത്ത എന്തോരം ആൾക്കാർ എന്നെ നോക്കിയിട്ടാണ്, അവൻ സ്കൂട്ടി ഉണ്ടല്ലോ, അവന് പോവാ സ്ഥലമില്ലേ, പോവാൻ ഇഷ്ടമുള്ള ഓർത്തിക്ക് അവന് വണ്ടി എടുത്ത് പെട്രോൾ അടിച്ച് പോവാം, അവന് സ്കൂട്ടി ഉണ്ട് സ്വന്തമായിട്ട്. ഇല്ലാത്ത ആൾക്കാർ, എനിക്ക് അതുപോലെ ഇല്ല, എനിക്ക് ആ ഒരു സൈക്കിൾ മാത്രമല്ലേ ഉള്ളൂ. ചിന്തിക്കണം എന്തോരം പേരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ റോയൽ എൻഫീൽഡ് കണ്ടിട്ട് കുതിക്കുമ്പോൾ എൻ്റെ സ്കൂട്ടി കണ്ട് കുതിക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവൻ്റെ സ്ഥാനത്ത് കൂടി ചോദിച്ചെങ്കിൽ നമ്മൾ ഭയങ്കര ലക്കിയാണ്. നമ്മളപ്പോൾ സത്യത്തിൽ ലക്കിയല്ലേ. ആ വെഹിക്കിളോട് എടുക്കാണ്ട് എനിക്കുള്ളത് തന്നെ ഞാൻ ലക്കിയാണെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. ഞാൻ അപ്പം ഹാപ്പിയസ്റ്റ് മാനാണ്. കാരണം എനിക്ക് ആ സ്കൂട്ടി ഉള്ളത് മറ്റൊരാൾക്കത് ഒരു ആഗ്രഹിക്കുന്ന സംഭവം, അവർക്കൊരു ലക്ഷ്യമായിരിക്കും. നമുക്കത് സാധാരണ വണ്ടിയായിരിക്കും, പക്ഷെ മറ്റൊരാൾക്കാർക്ക് അത് ലക്ഷ്യമായിരിക്കും. അപ്പം ഞാൻ ഈ റോയൽ എൻഫീൽഡ് അവിടെ വെച്ചിട്ട് ഞാൻ സ്കൂട്ടി ഫിനാൻഷ്യലി ഞാൻ ചെയ്യണത് നല്ലത്. കാരണം ഞാനൊരു വെഹിക്കിൾ ലോൺ എടുത്ത് വാങ്ങണതിൻ്റെ ഒരു സുഖം അതിൽ കിട്ടില്ല. എനിക്കുള്ള വണ്ടി, ദൈവം എനിക്ക് തന്ന വണ്ടി, ഞാൻ ലക്കിയാണ് ആ വണ്ടി എൻ്റെ പേരിലുള്ളതെന്ന് ഞാൻ ഒരു മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ മനസ്സിലാവും ദൈവമേ ഞാൻ ലക്കിയാണ്, എനിക്ക് ദൈവം ഇതൊക്കെ തന്നത്. ഈ സ്കൂട്ടി ഞാൻ കുറച്ച് കാണല്ല, എന്നാലും എൻ്റെ കയ്യിലുള്ള സ്കൂട്ടി മറ്റൊരാളുടെ ഇല്ല. അതാണ് എനിക്കത് ഭയങ്കര ഒരു മൂവ്മെൻ്റ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നി. അപ്പോൾ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും വെഹിക്കിൾ ലോൺ എടുത്ത് വേറെ വണ്ടി ഇതാക്കാം. ചിലവരുടെ കയ്യിൽ വണ്ടി ഉണ്ടാവണമെന്നില്ല, ചിലവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരിങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരെ പോയി. അപ്പോൾ ഒരു വണ്ടി കാണാം. അതൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി അത്ര ഇല്ലെങ്കിലും നമ്മൾ സെക്കൻഡ്സ് വാങ്ങിച്ച് അതിൽ കുറേ നാൾ ഒരു 1,00,000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 2,00,000 കിലോമീറ്റർ ഓടിക്കാനുള്ളൊരു സെറ്റപ്പിൽ നമുക്കൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ സെക്കൻഡ്സിൽ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല സംഭവമാണ്. പക്ഷേ ചിലർ ഫസ്റ്റ് തന്നെ വാങ്ങണം, അതൊക്കെ കുറച്ച് ഫിനാൻഷ്യലൊക്കെ നോക്കി വാങ്ങണവരാണെങ്കിൽ ഓക്കെ, സെറ്റ് സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ നമ്മൾ എത്താനുള്ളൂ എങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങണതാണ് നല്ലത്. പിന്നെ വണ്ടി ഉള്ളവരൊന്നും പുതിയതൊരെണ്ണം വാങ്ങണം. എനിക്ക് ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ കളിയാക്കും, ഇങ്ങനെ ബൈക്ക് വാങ്ങടാ, നല്ല ഗേൾ ഫ്രണ്ടൊക്കെ വെച്ച് പോകാൻ പറ്റുന്നു. ഗേൾ ഫ്രണ്ടൊന്നും ഇല്ല എന്നാലും. അപ്പോൾ ആ ഒരു ചിന്ത വേണ്ട. നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് പോവുക, ആദ്യം ഇമ്പ്രസ് ചെയ്യാണ്ട് നമ്മൾ അങ്ങനെ പോകാൻ എൻ്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം അത്. നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ സന്തോഷിക്കുക. നമുക്കുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടാവണം എന്നില്ല. മറ്റൊരാൾ നമ്മളെ കണ്ട് കൊതിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ചെറുതല്ല, നമ്മുടെ സൂപ്പറാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ എല്ലാ ദിവസവും സൂപ്പറായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു വണ്ടി വാങ്ങാൻ. അപ്പോൾ ബൈ, താങ്ക് യു. വണ്ടി വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടോ.